രംഗമൊന്ന് പാതാളം. കഴിഞ്ഞ വർഷം കുഴിയിൽ വീണ് നടുവൊടിഞ്ഞ് ഇനി കേരളത്തിലേക്കില്ല എന്ന് പറഞ്ഞു പോയ മാവേലിയെ ഒരു വർഷമായി തിരിഞ്ഞു നോക്കാതിരുന്ന നേതാക്കൾ ഇപ്പോൾ അനുനയിപ്പിക്കുവാൻ പാതാളത്തിലേക്ക് പോവുകയാണ്. അറിഞ്ഞില്ലേ? എന്താണ്? ചിങ്ങം ഒന്നായി. അതെങ്ങനെ തനിക്ക് മനസ്സിലായി? ഒരാള് ചിങ്ങമ്പഴം തിന്നുന്നത് കണ്ടില്ലേ? അല്ല തിരുമേനി, ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നാ മതിയോ? കേരളത്തിലേക്കൊന്നും പോകുന്നില്ലേ? എന്തിനാടോ ഗുമസ്ത കേരളത്തിൽ ചെന്ന് കുഴിയിൽ വീണ് എന്റെ നടുപിടിക്കാനാ? അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയല്ലേ തിരുമേനി. തിരുമേനിക്ക് വേണ്ടി അവിടെ മെട്രോ റെയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേരളമല്ലേ, ചിലപ്പോൾ മെട്രോയുടെ നടുവിലൂടെയും പൈപ്പ് ഇടാൻ വേണ്ടി അവര് കുഴി കുടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടില്ല. തിരുമേനി അങ്ങേ കാണാൻ കേരളത്തിൽ നിന്ന് കുറെ ആളുകൾ വന്നിട്ടുണ്ട്. എന്റെ അമ്മേ, ആരൊക്കെയാ വന്നിരിക്കണേ? നമ്മുടെ ഐസ്ക്രീം കുഞ്ഞാലിയും മഞ്ഞപ്പള്ളിയും വന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, ഞാൻ പെട്ടൂല്ല ഗുസ്തമ. ഗുസ്തമയോ? അതാരാ? അല്ല, ഗുമസ്ത. കേരളത്തിലെ നേതാക്കന്മാരെ അവിടെ കിടത്തി ഇച്ച ഇഞ്ഞ ജച്ച ബച്ച ജച്ച എങ്ങനെ വരപ്പിച്ചിട്ട് ഇവിടെ പാതാളത്തിൽ വന്ന് എന്റെ ഉമ്മ യാരാല ആഭാഷ അതെ ഞാനൊന്ന് വെച്ചിട്ടാ. അയ്യോ, ഞാൻ തിരുമേനിയുടെ കൊഞ്ഞനും കുത്തി കാണിച്ചതല്ല. തിരുമേനി, ഇവിടെ എന്തൊരു ചൂടാ! ഒരു AC പോലും ഇല്ലാതെ എങ്ങനെ തിരുമേനി ഇവിടെ കഴിയുന്നു? എന്നാ പിന്നെ തനിക്കൊരു AC കൊണ്ടുവന്നൂടോ? ഇയാള് ഞാൻ പാതാളം മുഴുവൻ ഞാൻ AC ആക്കി അങ്ങ് കയ്യിലോട്ട് തരാം. തിരുമേനി എൻ്റെ കൂടെ കേരളത്തിലേക്കൊന്ന് വന്നാൽ മാത്രം മതി. അതിൻ്റെ ക്രെഡിറ്റ് എനിക്കായിരിക്കണം. ഇപ്രാവശ്യം വന്നില്ലെങ്കിൽ മൂന്നാം കക്ഷിയുമായി ചേർന്ന് അടുത്ത പ്രാവശ്യം ഞാനങ്ങ് തമ്പുരാനാകും. പിന്നെ അത് ഇതൊന്നും പറഞ്ഞു യാതൊരു കാര്യമില്ല. പറഞ്ഞു വരുന്നത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇല്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞാ വരില്ല. എങ്ങളൊന്ന് വാപ്പാ. അല്ലല്ല, നമ്മുടെ കൊച്ചി മെട്രോ കാണാൻ നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാല് അല്ലല്ല, അത് ഭയങ്കര മോശമാണപ്പാ. ഞാൻ വരില്ല. അങ്ങനെ പറയല്ലേ. അപ്പൊ നമ്മള് വരണമെന്ന് പറയണെങ്കില് അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവൂലേ? ഒന്ന് കണ്ടി നോക്കിയാല് കൊച്ചി പഴയ കൊച്ചി അല്ലപ്പാ. കൊച്ചി പഴയ കൊച്ചി അല്ലായിരിക്കാം, പക്ഷെ മാവേലി പഴയ മാവേലി തന്നെയാ. വരില്ല എന്ന് പറഞ്ഞാ വരില്ല എന്ന് പറഞ്ഞ പലരും നമ്മൾ പെടുത്തിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇത് നോക്കിയാളി. ഇവിടെ വേണ്ട, ഈ കാണുന്ന കൂത്തൊന്നും വേണ്ട, നമുക്ക് പോണ്ട, ഇവിടൊന്ന് പോണ്ടാന്ന്. ഞാൻ മലയാളത്തിലല്ലേ നിന്നോടൊക്കെ പറഞ്ഞത്. ഈ പാതാളത്തിൽ നിന്ന് നീയൊക്കെ പോയില്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ എൻഡോ സൾഫാൻ അടിച്ചു കൊല്ലും. ഒന്ന് പോടാ പാത്. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇനി കേരളത്തിലേക്ക് മഹാബലി തമ്പുരാൻ എഴുന്നള്ളുന്നില്ല എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. മഹാബലി കേരളം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം പോലും തെറിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാതിരിക്കുവാൻ മുഖ്യമന്ത്രിയും കൂട്ടരും പാതാളത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തമ്പുരാനേ! ആരാ എവിടെ കിടന്ന ശരണം വിളിക്കണേ? തമ്പുരാനെ, നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ ഒരുപോലെയാണ്. വാമനൻ 3 അടി മണ്ണിന്റെ പേരിലാണ് നിങ്ങളെ ചവിട്ടി താഴ്ത്തിയതെങ്കിൽ ഒരു 300 കാരണം പറഞ്ഞിട്ട് എന്നെയും ചവിട്ടി താഴ്ത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞാരാ മോൻ അടുത്ത ഒരു 5 വർഷം കൂടെ ഭരിച്ചിട്ട് മുട്ടുമടക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുക പോലും ഉള്ളൂ. അതുകൊണ്ട് വിസിറ്റ് ചെയ്തേ പറ്റൂ. ഞാൻ വരില്ല. നിങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് വന്ന് വിളിച്ചാലും ഞാൻ വരില്ല. സവാരി ഗിരിഗിരി.
എന്താ തമ്പുരാനെ, കേരളത്തിലെ സകല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ചെയ്തികളെയും പോക്കൃത്തരങ്ങളെയും പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ നല്ലവരായ സാധാരണക്കാർക്ക് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി, കലാകാരന്മാർക്ക് വേണ്ടി മഹാബലി തമ്പുരാൻ എഴുന്നള്ളണം. അങ്ങില്ലാതെ ഞങ്ങൾക്കെന്ത് ആഘോഷം? കൺഫ്യൂഷനായി എനിക്ക് ആകെ കൺഫ്യൂഷനായി. എടോ ടൂപ്പേ, ഈ ലാലേട്ടന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാടോ വരില്ല എന്ന് പറയണത്? എനിക്കത് പറ്റില്ല. നമുക്ക് ഏതായാലും ഒന്ന് അവിടം വരെ ചെല്ലാം. അടിച്ചു. എനിക്കിഷ്ടായി. അടിക്കും, ആരായാലും അടിക്കും. തന്റെ സ്വഭാവം വെച്ച് ആരായാലും ഒരു അടി അടിക്കും. അയ്യോ, അടിച്ചതല്ല, കടിച്ചതാ. അതും ഷൂസ് ഇട്ട കാലുകൊണ്ട്. ഷൂസ് ഇട്ട കാലുണ്ടാ? അയ്യോ തിരുമേനി, എന്നെയും ഒരു പട്ടി കടിച്ചു. പട്ടി കടിച്ചപ്പോ ബോധവും പോയി. ഈ പന്ന പട്ടികള് കാരണം കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായല്ലോ എന്റെ ഈശ്വര. ആ പേപ്പട്ടിയുടെ നോട്ടം കണ്ടില്ലേ? ചെയ്തു. ആരാത്? ആ പണ്ടാരങ്ങൾ കടിക്കാൻ വന്നാൽ ആരായാലും എറിഞ്ഞു പോകും. Don't call them പണ്ടാരങ്ങൾ. Call them dogs, lovely dogs. എന്റെ പട്ടി അല്ല കുട്ടി. ആരാ നീ? Who are you? What do you want? ആരാ നീ? എന്താ നിനക്ക് വേണ്ടേ? ഞാനൊരു ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഡോഗ്സിന്റെ പപ്പയാണ്, മമ്മയാണ്, എന്റെ എലമാണ്. അതെ അതെ, അത് മുഖം കണ്ടാലും പറയട്ടെ. സോറി മാഡം, ഇപ്പഴാണ് എനിക്ക് ആണ് മനസ്സിലായത്. പറശ്ശിനിക്കടവ് മുത്തപ്പന് ശേഷം പട്ടിയെ സ്നേഹിക്കുന്ന ഒരു മുത്തപ്പീണെന്നുള്ള കാര്യം ഞാൻ ഇപ്പഴറിഞ്ഞത്. എന്നൊരു ക്ഷമി. വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും ബൈജു, അടി കിട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഡോകുമോളെ, ഹലോ. പട്ടിയുടെ കെട്ടോളെ, ഈ ഫോട്ടോജിയിലേക്ക് പോകുന്ന വഴിയതാ. Don't scratch dogs. You understand? ഇംഗ്ലീഷ് പേടിപ്പിക്കല്ലേ പൊന്നുമോളെ. ഞാൻ ഡോഗിനെ സ്ക്രാച്ച് ചെയ്യാണ്ട് പൊക്കോളാവേ. പൊക്കോട്ടടാ, വഴി പറഞ്ഞാടാ. Hi dog. എന്നാടാ? Sorry drinker. You go straight. നേരെ പോയാൽ മതി. ആണോ? അപ്പൊ ഈ വളമൊക്കെ നിന്റെ അപ്പം ഒന്ന് വളക്കോടി. താൻ വല്ല പറഞ്ഞോ? ഇല്ലടാ. ഭയങ്കര, നീ എന്നാടാ ഇവിടെ നിൽക്കുന്നേ? വല്ല മാളിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ വാതിക്ക പോയി നിക്കടാ. നിനക്ക് 10 രൂപ കിട്ടാ. മഹാബലിയോടാണോടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ, മഹാബലിയോ കണ്ടില്ലേ? പിന്നെ 4 വട്ടം കണ്ടു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി. എന്ത് മാവേലിന്? അല്ലെന്ന്, ബാഹുബലി. അടിപൊളി പടം, സൂപ്പർ. മഹാബലി ഏതാ ബാഹുബലി ഏതാന്ന് അറിയാൻ പാടില്ലാത്ത ഈ വയ്യാവേലിയുടെ അടുത്തത് നമുക്ക് പോകാൻ തിരുവേലി. എടാ കുസ്തമ, എനിക്ക് ഇവന്മാരെ ഒന്നും കാണണ്ട. എനിക്കിനി കാണേണ്ടത് നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളെ. അതെ തിരുവേലി, ഇവിടെ നിന്ന് ചമ്മീത് പോലെ അവിടെ ചെന്ന് ചമ്മണ്ട. ഞാൻ അവിടെ പോയി മാവേലിയുടെ റേറ്റിംഗ് ഒന്ന് നോക്കട്ടെ. തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്.
ചൂളമടിച്ചവളെ അറിയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ ആദ്യമായി ഉള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി കൊണ്ടുപോയില്ലേ. തിരുമേനി തിരുമേനി, ഇവിടെ പിള്ളേരെല്ലാം ആർത്തുല്ലസിച്ച് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. കേറി പോരെ. ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. സമാധാനായി. നിങ്ങളെങ്കിലും ഓണം അടിച്ചു പൊളിച്ച് ആർത്തുല്ലസിച്ച് ആഘോഷിക്കുന്നുണ്ടല്ലോ, എനിക്ക് സമാധാനായി. നിങ്ങളുടെ കൂടെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് തുള്ളി കഴിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.